തൂങ്ങിക്കിടക്കുന്ന പെറ്റൂണിയനെ നിവർത്തി നിർത്താൻ ചുള്ളിക്കമ്പ് കൊണ്ട് ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. അപ്പോൾ ഇനി ഈ ചുള്ളിക്കമ്പുകളൊന്നും കത്തിച്ച് കളയണ്ട, ഓടിച്ചും കളയണ്ട. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടാണ് നമ്മൾ പെറ്റൂണിയ വളർത്താറല്ലേ. ഹാങ്ങിങ് പ്ലാന്റ്സ് ആക്കി വളർത്താൻ പറ്റിയ അടിപൊളി ചെടിയാണ് കേട്ടോ പെറ്റൂണിയ. ഇത് നമ്മുടെ കയ്യിൽ ആകെ ഒരു കളറുള്ളൂ, അതും നാടൻ വെറൈറ്റി ആയ ഈ വയലറ്റ് കളർ പെറ്റൂണിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. ഒരു 6-7 ചട്ടികളിൽ നിറച്ചും പെറ്റൂണിയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് ഒരു വർഷത്തോളം, ഒരു 1.5 വർഷത്തോളമൊക്കെ അയക്കണം നമ്മുടെ വീട്ടിൽ പെറ്റൂണിയ. വെള്ള കളറുണ്ടായിരുന്നു, പക്ഷേ വെള്ള കളർ പോയി. ഇപ്പോൾ ഈ വയലറ്റ് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പെറ്റൂണിയാണ് ഹാങ് ചെയ്തിടാറുള്ളത്. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ പോകുന്നവരൊക്കെ നോക്കും. ഒരുപാട് പേര് ഇതിൻ്റെ കമ്പ് കൊണ്ടുപോയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ ഇത് ഒരുപാട് പേർക്ക് പിടിപ്പിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണത് എന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ മുറ്റത്തെ ചെടികളൊക്കെ വെക്കുന്നത് നല്ല അടിപൊളി ചട്ടികളിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു നല്ലൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ട്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ തെർമോക്കോൾ ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലായിട്ട് ചകിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചട്ടി എടുക്കുമ്പോൾ നല്ല ഹോൾസൊക്കെ ഉള്ള ചട്ടികൾ എടുക്കുക. ഈ പെറ്റൂണിക്ക് ഒട്ടും വെള്ളം കെട്ടിക്കെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈനേജ് ഉള്ള ഒരു ചട്ടി എടുക്കുക. പിന്നെ കല്ലോ തെർമോക്കോളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതിന് മേലെ ചകിരി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ മണ്ണാണ് ഇട്ടിടുന്നത്. ഇപ്പോൾ നമ്മൾ പെറ്റൂണി നടന്ന കാരണം നമ്മൾ കരിയിലൊന്നും ഇടുന്നില്ല. ഇതിന് പിന്നെ അങ്ങനത്തെ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കരിയിലയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് പെറ്റൂണിയ നമ്മൾ ഈ ചെറിയ ഇതിപ്പോൾ ഒരു കമ്പ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ആ ചട്ടിയിൽ നിന്ന് കൊമ്പൊടിഞ്ഞു പോയി. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. പെറ്റൂണിയുടെ തുമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പിടിപ്പിക്കാം. അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു നല്ല ലീഫുകൾ നിൽക്കുന്ന കമ്പ് നോക്കി പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ തുമ്പ് നോക്കി പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടൂല. നല്ലൊരു വളർച്ചയുള്ള നല്ലൊരു ഇലകളൊക്കെ നല്ല വലിപ്പമുള്ള ഒരു പീസാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും കേട്ടോ പെറ്റൂണിയ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തുമ്പ് പിടിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞിലകളുള്ള തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് പിടിപ്പിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടില്ല. പിടിച്ച് കിട്ടും, പക്ഷേ നല്ലത് കുറച്ചും കൂടി നല്ല ലീഫുള്ളത് പിടിപ്പിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പെറ്റൂണിയ നമ്മൾ പ്രൊപ്പഗേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാങ്ങിങ് പോട്ട്സ് അല്ലാണ്ട് സാധാരണ ഒരു ചട്ടിയിൽ നമ്മൾ ഈ പെറ്റൂണിയ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ തൂങ്ങി കിടക്കണല്ലേ. പെറ്റൂണിയക്ക് ഒരു സ്വഭാവമുള്ളതെന്ന് വെച്ചാൽ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കും, നിവർന്ന് നിൽക്കില്ലല്ലോ. അപ്പം നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാട്ടുന്നത് ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട്. ഈ ചുള്ളിക്കമ്പ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ തറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് വളർച്ച എത്തിയിട്ടുള്ള ഒരു പെറ്റൂണിയാണ്. അപ്പോൾ ചെറിയ തൈയാണ് കേട്ടോ, വലിയ അധികം ആയിട്ടൊന്നുമില്ല. ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളത് പിടിപ്പിച്ചിട്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നമ്മൾ ഈ ഒരു ടൈ പോലെയല്ലേ ബ്രെഡൊക്കെ കവർ ചെയ്യുമ്പോൾ കിട്ടണം, ബ്രെഡിൻ്റെ ഒരു അവിടെ ലാസ്റ്റിലുണ്ടാവില്ല അത് പിരിച്ച് വെക്കണത്, ആ ഒരു ടൈയാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. കമ്പി കൊണ്ടും വേണമെങ്കിൽ നമുക്കത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുള്ളിക്കമ്പിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഈ പെറ്റൂണിയനെ ഇങ്ങനെ നിവർത്തിക്കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെറ്റൂണി ഇങ്ങനെ നിവർത്തി വെക്കുമ്പോൾ പൊട്ടിപ്പോവും കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇത് തീരെ ബലമില്ലാത്ത ചെടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ എത്ര ചുള്ളിക്കമ്പ് നമുക്ക് കുത്തി കൊടുക്കാൻ പറ്റുമോ അത്രയും കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലിയ ചുള്ളിക്കമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ പീസായിട്ടുള്ള ചുള്ളിക്കമ്പ് എടുത്തിട്ട് അതിൻ്റെ മേലിൽ ഇങ്ങനെ ഈ ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കമ്പി കൊണ്ട് കുഞ്ഞ് കമ്പി കഷ്ണം കൊണ്ട് കെട്ടി, ഇങ്ങനെ ചെറിയ കെട്ട് കമ്പി ഉണ്ടാവില്ലേ, അതുകൊണ്ട് കെട്ടി കൊടുക്കുകയാണെങ്കിലും പറ്റും. പിന്നെ കയറ് വെച്ചിട്ടും കെട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ നീട്ടിയിട്ട് കമ്പ് നമുക്കിങ്ങനെ വീണ്ടും കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഹൈറ്റ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഈ പെറ്റൂണിയ നമുക്ക് താഴത്തേക്ക് വളർന്നത് നമ്മൾ മേളിലേക്ക് വളർത്താനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നിട്ട് പൂവുണ്ടാവണ കാണാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ പെറ്റൂണിയ നമ്മൾ ഇങ്ങനെ തൂങ്ങി കൊടുക്കുമ്പോൾ അതിങ്ങനെ ചുറ്റിപ്പണിഞ്ഞിട്ടാണ് കിടക്കുക. അപ്പോൾ അതിന് നേരെ നിർത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം, കമ്പ് പൊട്ടിപ്പോവാതെ നോക്കണം. ഇനി അഥവാ കമ്പ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കുത്തി വെച്ചിട്ട് പിടിപ്പിക്കാം കേട്ടോ. പിന്നെ പെറ്റൂണിയക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം ശ്രദ്ധിക്കണം.
പിന്നെ ഇതിന് അധികം നല്ല വെയിലും വേണ്ട, അതുപോലെ നല്ല തണലും വേണ്ട കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് വെയിൽ കിട്ടുന്ന, എന്നാൽ പിന്നെ വലിയ തണലും ഇല്ല, അതുപോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ പെറ്റൂണി പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതാദ്യം നട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതൊരു 2 ആഴ്ചത്തോളം നല്ല തണലത്ത് വെക്കുക. എന്നിട്ട് പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ല കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഇത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് ചെറിയ തയ്യായ കാരണം അധികം പൂക്കളൊന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ പൂക്കളൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ സ്ഥിരം ചെടിയാണ്, ഇവിടെ ഹാങ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ഹാങ്ങിങ് പോട്ട്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് നമുക്ക് കണ്ടാലോ. ഈ പെറ്റൂണിക്ക് അധികം വലിയ വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന വേസ്റ്റായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ മാത്രം ഇതിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, പെറ്റൂണിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉള്ളിത്തോൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഉള്ളിത്തോലില്ലേ, വേസ്റ്റായിട്ടുണ്ടാവുന്ന ഉള്ളിത്തോൽ, അതുപോലെ ചായപ്പിണ്ടി, അതൊക്കെ നമ്മൾ അന്നന്നത്തത് നമുക്ക് കൊടുന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ രാവിലെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഉള്ളിയുടെ തൊലിയൊക്കെ നമ്മളവിടെ എടുത്ത് വെക്കും. എന്നിട്ട് അന്ന് തന്നെ ഓരോ ദിവസം ഓരോ ചട്ടിയിലെന്ന കണക്കിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാത്തിനും ഉണ്ടായിക്കോളും. ഇതിപ്പോൾ ഓരോ ചട്ടികൾ നമ്മൾ കമ്പ് പിടിപ്പിച്ചിട്ട് കൊടുന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ അത്യാവശ്യം പൂക്കളും അത്യാവശ്യം വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതണ്ട ഉള്ളിയുടെ തൊലിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉള്ളിയുടെ തൊലി അതിലിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നാളെ ഉള്ളിയുടെ തൊലി ഇട്ടാണെങ്കിൽ അത് അപ്പുറത്തെ ചട്ടിയിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ മാറിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പെറ്റൂണിയയിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നിവർത്തി നിർത്തിയ പെറ്റൂണിയയിൽ നമ്മൾ ഉള്ളിത്തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വളം ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പഴത്തൊലി, മുട്ടത്തോട്, ഉള്ളിത്തൊണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി, ഇതെല്ലാം നന്നായി ഉണക്കി പൊടിച്ചിട്ടൊരു വളം ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുക്കാനിട്ട്. ഇത് നല്ല വളമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൂവുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് നട്ടിട്ട് നമ്മൾ ഇതിന് നേരെ കമ്പുമ്മലൊക്കെ കെട്ടി വെച്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ലോണം പൂവുണ്ടായതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വളം ഇട്ട് കൊടുക്കുക, അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിന് നനയ്ക്കുമ്പോൾ നല്ല നനയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. പിന്നെ നനച്ചില്ലെങ്കിൽ ഇത് ഉണങ്ങി അപ്പം തന്നെ വാടി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം, എന്നാലും നന്നായി നനക്കും വേണ്ട. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിലും നന്നായിട്ട് മുട്ടും പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ടാണ് അത് നിൽക്കണത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നിവർന്ന് നിൽക്കണ കാണാനാണ് അടിപൊളി കേട്ടോ. അപ്പം ഞാൻ ഇതാദ്യം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഉമ്മക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ വേറൊരു പാത്രത്തിൽ വേറെ പോട്ടിലും കൂടിയും ഉമ്മ അത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ പെറ്റൂണിയ ഇങ്ങനെ മോഡലുകൾ കണ്ടല്ലോ, 2 തരത്തിലുള്ള. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മ പിടിപ്പിച്ചിട്ട് മാഗി ചേച്ചി എന്ന് പറയുന്നത്, അത് ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ, നമ്മുടെ ഷൈനി ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷൈനി ചേച്ചിക്ക് കൊടുത്ത പെറ്റൂണിയാണ് ആ കാണുന്നത്. പെറ്റൂണിയ അവിടെ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ട് ഡാൻസ് കളിക്കണതാണ് കാറ്റത്തിട്ടാ, നല്ല രസമുണ്ട് കാണാൻ. അത് നിന്നിട്ട് ഇങ്ങനെ കാറ്റിന് നിന്നിട്ട് ഇങ്ങനെ ആ ചട്ടി ഇങ്ങനെ തിരിയും, അതുപോലെ പൂക്കളൊക്കെ നിന്നിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കും. നല്ല രസമാണ് കാണാൻ. നമ്മുടെ പോട്ടും അതേപോലെ നിന്നിട്ട് ഡാൻസ് കളിക്കും.